നവോമിയെ സംബന്ധിച്ച് നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി. നവോമിയുടെ 2 ആൺമക്കളും മരിച്ചുപോയി. സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇനി എങ്ങനെയാ അമ്മ ജീവിക്കും? സഹായത്തിന് ആ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം മരിച്ചുപോയി. ദാവീദിന്റെ മുത്തച്ഛി എന്ന് പറയാൻ രൂത്ത്. അപ്പോൾ അതിനേക്കാൾ അത്രത്തോളം പഴക്കമുണ്ട് ഞാൻ ഈ പറയുന്ന വിഷയത്തിന്. ആ കാലഘട്ടങ്ങളിൽ പോലും ഭവനത്തിനകത്തെ പുരുഷൻ സാന്നിധ്യം നഷ്ടപ്പെട്ടാലും അവർക്ക് ജീവിക്കാം, ഒരു സ്ത്രീക്ക് ജീവിക്കാം ഈ സമൂഹത്തിൽ നിന്ന് തെളിയിച്ച ഒരു സഹോദരിയാണ് രൂത്ത്. പലരും പറയുന്നു എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് പല വിഷയം. നോ, നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ മുൻപിൽ കാണിക്കണം. സ്പേസ് ജെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശൂന്യാകാശത്തൊക്കെ പോകാൻ പറ്റുക എന്ന് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിയത്തില്ലെന്ന് പലരും പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ഒരാൾ യാത്ര ചെയ്തു കഴിഞ്ഞു. ഇന്ന് പല സഹോദരിമാരും ഭർത്താവോ പിതാവൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം അവർക്ക് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. നോ, നിങ്ങൾക്കും ജീവിക്കാം. ഈ സമൂഹം നിങ്ങളുടേതാണ്, കുടുംബം നിങ്ങളുടേതാണ്. കുടുംബത്തിനകത്ത് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സഭയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരിക്കലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയരുത്. നിങ്ങൾക്ക് സ്വയം നിൽക്കുവാൻ കഴിയണം.